മൂത്രമൊഴിക്കാനായിട്ട് മൂത്രമൊഴിക്കാതെ ഒരുപാട് സമയം പിടിച്ചു വെക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഗുരുതരമായ പ്രശ്നങ്ങളാണ്. എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഇതെന്നെ കൂടെ പറയാൻ പ്രേരിപ്പിച്ചത് എൻ്റെ ക്ലിനിക്കിൽ വന്നൊരു രോഗിയുടെ അനുഭവമാണ്. അവർ സ്ഥിരമായി മൂത്രക്കടച്ചിൽ വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ആ കേസ് വ്യക്തമായി നമ്മൾ പരിശോധിച്ചപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ആ രോഗിയിലും ഇത്തരം മൂത്രം പിടിച്ചു വെക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു എന്നുള്ളത്. പ്രായപൂർത്തിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം 6 മുതൽ 8 പ്രാവശ്യം വരെ ഒരു ദിവസം മൂത്രമൊഴിക്കാം. മൂത്രസഞ്ചിയിൽ 1/2 ലിറ്റർ മൂത്രം എത്തുമ്പോഴേക്കും നമുക്ക് മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി ഒന്ന് തുടങ്ങും. ഇനി നമ്മൾ മൂത്രം ഒഴിക്കാതെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലാഡർ വലുതായി വരും. ഈ വലുതായി വന്ന ബ്ലാഡറിൽ മൂത്രം ഒരുപാട് കെട്ടിക്കിടക്കും. ഈ കെട്ടിക്കിടക്കുന്ന മൂത്രത്തിൽ അണുക്കൾ ഉണ്ടാവും, ബാക്ടീരിയാസ് വളരും, അങ്ങനെ ഇടക്കിടക്ക് മൂത്രക്കടച്ചിലുണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് മൂത്രം കെട്ടിക്കിടന്നാൽ ഈ മൂത്രം തന്നെ തിരിച്ച് യൂറിറ്റർ വഴി കിഡ്നിയിലേക്ക് പോകാനും കിഡ്നി വലുതാവാനും കിഡ്നി ഫെയിലിയർ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ കെട്ടിക്കിടക്കുന്ന മൂത്രത്തിൽ യൂറിനറി സ്റ്റോൺ വരാനും സാധ്യത കൂടുതലാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബ്ലാഡർ വലുതാകുന്നതിനനുസരിച്ച് ബ്ലാഡറിൻ്റെ അടിയിലുള്ള ഒരു സ്പിങ്ക്ടർ, മൂത്രം തടഞ്ഞു നിർത്തുന്ന ഒരു വാൽവ്, അതും വലുതാവുകയും ലൂസാവുകയും മൂത്രം പിടിച്ചു നിർത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ആളെത്തുകയും ചെയ്യാറുണ്ട്. ചിലർ നമ്മൾ കാണാറില്ലേ, തുമ്മുമ്പോഴും ചുമക്കുമ്പോഴൊക്കെ മൂത്രം ഉറ്റിപ്പോകുന്ന കാണാറില്ലേ? അതും ഇതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കാവുന്നതാണ്. ഇടക്കിടക്ക് മൂത്രം ഉറ്റിപ്പോവുക, ഇടക്കിടക്ക് മൂത്രക്കടച്ചിൽ വരിക, മൂത്രം പിടിച്ചു നിർത്താൻ കഴിയാത്ത അവസ്ഥ വരിക, ഇതൊക്കെ ഇതിലല്ലാതെ വേറെ പല അസുഖങ്ങളിലും കാണാറുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. മൂത്രം ഒഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഉടനെ മൂത്രം ഒഴിക്കുന്ന ശീലം ഉണ്ടാക്കുക.